ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് ഇന്നും ഞാൻ ആലോചനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അത് വിളിക്കുന്ന വ്യക്തി ആരാന്ന് പോലും ഒരു പരിചയം പോലും ഇല്ലാത്ത വ്യക്തികൾ എന്നെ പലയിടത്തു നിന്ന് വിളിക്കാറുണ്ട്. അവരോട് പ്രാർത്ഥിച്ച് ഫോണിൽ കൂടെ അന്നേരം തന്നെ അല്പസമയം അരമണിക്കൂറൊക്കെ ചിലപ്പോൾ പ്രാർത്ഥനയിലേക്ക് പോകും ഫോണിൽ കൂടെ തന്നെ. അതിനുശേഷം അവരുടെ ജീവിതത്തിലുള്ളതായ പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയും അവർക്ക് അതിനുള്ള പരിഹാരത്തിനുള്ള ദൈവം അവർക്ക് വേണ്ടി കൊടുക്കുന്ന പരിഹാരത്തിന്റെ കാര്യം പറയും. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പ്രശ്നം ഉണ്ടായത് അവരുടെ തന്നെ കുറവുകൾ കൊണ്ടാണെന്നുള്ളത് വരെയും ദൈവം വെളിപ്പെടുത്തി പറയിപ്പിച്ചിട്ടുണ്ട്. ദൈവം എന്നോട് സംസാരിക്കുന്ന കാര്യം അത് വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്, ഹൃദയങ്ങളെ മുറിക്കുന്നതാണ്. ആ നിലയിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവിൽ ഓപ്പൺ ആയിട്ട് ഞാൻ ഫോണിൽ കൂടെയും ആലോചനകൾ പറയാറുണ്ട്. അത് അതുപോലെ റിസീവ് ചെയ്തിട്ടുള്ളവരുണ്ട്. അവർക്ക് അതിൻ്റെതായ നിലയിൽ ദൈവത്തിന്റെ മഹത്വം അവർ കണ്ടിട്ടുണ്ട്. ഒരുപാട് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഞാനിന്ന് ബാംഗ്ലൂരിൽ ഒരു ദൈവദാസന്റെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് റോയ് എന്ന്. അപ്പോൾ ഇന്ന് ഈ പാസ്റ്ററുമായിട്ട് സംസാരിക്കുവാനും തൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കുവാനും നമുക്ക് ഇടയാകുന്നത് വലിയൊരു ഭാഗ്യമാണ്. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് പാസ്റ്ററെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു പാസ്റ്റർ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? ദൈവത്തിന്റെ നാമം ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. ഈ അനുഗ്രഹീതമായ ചാനലിനോടുള്ള ബന്ധത്തിൽ പ്രിയ കർത്താവിന്റെ ദാസൻ സാജു പാസ്റ്ററോട് ഒരുമിച്ച് ഈ ഇന്റർവ്യൂവിലായിരിക്കാൻ ദൈവം സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുവാനും ഈ ചാനലിനെ കുറിച്ച് അറിയുവാനും ഇടയായത് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഈ നല്ല ഒരവസരം ദൈവം തന്നതോർത്ത് ഞാൻ പ്രാരംഭത്തിൽ തന്നെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പേര് റോയ് ജോർജ് എന്നാണ്. ഞാൻ എൻ്റെ സ്വദേശം ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആലപ്പുഴയിലെ എക്സൽ ഗ്ലാസസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിലായിരുന്നു എൻ്റെ പിതാവ് ജോലിയിലായിരുന്നു. അവിടെയാണ് ഞാൻ ജനിച്ചത്, ആലപ്പുഴയിൽ. അതായത് നമ്മുടെ പാതിരാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നവോദയ സ്റ്റുഡിയോ, കുഞ്ചാക്കോ ബോബന്റെ ഇപ്പോഴത്തെ സിനിമാ നടനായിരിക്കുന്ന കുഞ്ചാക്കോ ബോബന്റെ പിതാവ് ബോബൻ കുഞ്ചാക്കോയുടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, നവോദയ സ്റ്റുഡിയോ. അവരുടെ തന്നെ കമ്പനിയാണ് എക്സൽ ഗ്ലാസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇന്ന് ആ കമ്പനി നിലവിലില്ല, അത് അതിന്റെ പോയി. അവിടെ എന്റെ പിതാവ് ജോലിയിലായിരിക്കുന്ന സമയമാണ്. അവിടെ പ്രാരംഭത്തിൽ ജോലിയിലായിരുന്നു, വിവാഹത്തിന് ശേഷം അവിടെ ജോലിയിലായിരുന്നു. എന്റെ സ്വദേശം ആലപ്പുഴയിലാണ് എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. വീട്ടിൽ ആരൊക്കെയുണ്ട് പാസ്റ്റർ? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ എന്റെ വൈഫുണ്ട്. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മോന് ഡിഗ്രി സെക്കൻഡ് ഇയറിലേക്ക് ഇപ്പോൾ കയറി. ഇളയ മോന് 10th സ്റ്റാൻഡേർഡിലേക്ക് കയറി. വൈഫ് ഒരു സ്കൂൾ ടീച്ചറാണ്. പാസ്റ്റർ ഇവിടെ ബാംഗ്ലൂരിൽ എന്താ ചെയ്യുന്നത്? ഞാൻ 2005 ബാംഗ്ലൂർ പട്ടണത്തിൽ എത്തുന്നത്. അതായത് എന്റെ തിയോളജിക്കൽ പഠനത്തിന് ശേഷം BTH എന്ന് പറയുന്ന തിയോളജിക്കൽ പഠനം കുമ്പനാട് ബൈബിൾ കോളേജിൽ പൂർത്തിയായ ശേഷം ഞാൻ ഇവിടെയുള്ള ഒരു ദൈവസഭയില് ഒരു കർത്താവിന്റെ ദാസൻ CO ജോൺ എന്ന് പറയുന്ന ഒരു ദൈവദാസനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ സഭയിൽ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ടാണ് ആദ്യം ഞാൻ കടന്നു വരുന്നത്. അവിടെ യൗവനക്കാരായിട്ടുള്ളതായ കുഞ്ഞുങ്ങളുടെ ഒരു പാസ്റ്ററായിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിന്റെ വേലയിൽ ബാംഗ്ലൂർ പട്ടണത്തിൽ വിവിധ സഭാ പ്രവർത്തനങ്ങളിൽ ഒക്കെ ആയിരിക്കുന്നു. 2012 ഞാൻ എന്റേതായ ഒരു സ്വന്തം ഒരു മിനിസ്ട്രി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ബെത്ഷാലോ മിനിസ്ട്രീസ് എന്ന് പറയും. ആ മിനിസ്ട്രി യൗവനക്കാരുടെ ഇടയിൽ അവരെ കർത്താവിലേക്ക് വളരെയധികം കർത്താവിന്റെ സന്നിധിയിൽ വളരെയധികം സ്പിരിച്വലി അവരുടെ ലെവല് എക്വിപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടെ തുടങ്ങിയ ഒരു മിനിസ്ട്രി. അത് തുടർന്നു പോകുന്നു. പാസ്റ്റർ ജനിച്ചു വളർന്നത് ആലപ്പുഴയിലാണ്. അതെ. പഠനമൊക്കെ അവിടെയായിരുന്നു. 4ാം ക്ലാസ് വരെയാണ് ആലപ്പുഴയിൽ പഠിച്ചത്. അതിനുശേഷം ഹൈറേഞ്ചില് എന്റെ അപ്പച്ചന്റെ അമ്മച്ചിയുടെയും കൂടെ പഠിക്കാനായിട്ടുള്ള ഒരു നിലയിലേക്ക് ഞാൻ ആയിത്തീർന്നു. അവിടെ 1ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിലാണ്, മുരിക്കടി എന്ന് പറയുന്ന സ്കൂളിലൊക്കെയാണ് 7ാം ക്ലാസ് വരെയുള്ള പഠനം അവിടെ ആയിരുന്നു. കാരണം എന്റെ പിതാവ് വിദേശത്തേക്ക് ആലപ്പുഴയിൽ നിന്ന് റിസൈൻ ചെയ്ത് വിദേശത്തേക്ക് പോയി. ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി. പാസ്റ്റർ ജനിച്ചു വളർത്തപ്പെട്ടത് പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലാണ്. പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർന്നത്. അച്ഛനും അമ്മയൊക്കെ പെന്തക്കോസ്റ്റൽ. അതെ അതെ. അപ്പോ പിന്നീട് പാസ്റ്റർ ജനിച്ചു വളർന്ന്
പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സുവിശേഷകനാകണം എന്നുള്ള ഒരു താല്പര്യം തോന്നാനുള്ള കാരണം എന്താ? അത് എന്റെ അനുഭവ സാക്ഷ്യത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ജനിച്ചു വീണതിന് ശേഷം 2.5 വയസ്സ് വരെ നടക്കത്തില്ലായിരുന്നു. കാല് രണ്ടും പോളിയോ ബാധിച്ചതുപോലുള്ള ഒരു നിലയിലൊരു അവസ്ഥയായിരുന്നു. ഈ 2.5 വയസ്സ് വരെ എന്നെ എടുത്തുകൊണ്ടാണ് അമ്മയും അപ്പനും നടന്നുകൊണ്ടിരുന്നത്. എവിടെ പോയാലും എടുത്തുകൊണ്ട് നടക്കണം. അപ്പൊ എന്റെ അമ്മ പറഞ്ഞിട്ടുള്ള സാക്ഷ്യത്തിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, നിന്നെ എടുത്തുകൊണ്ട് നടന്നിട്ട് കൈ കഴിച്ചിട്ടൊക്കെ ഞങ്ങള് എവിടെങ്കിലും ഇരുത്തിയിട്ടുണ്ടെന്ന് വഴിയിൽ. അതുപോലെ നടക്കത്തില്ലായിരുന്നല്ലോ, ഒട്ടും നടക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് 2.5 വയസ്സ് വരെ നടക്കാതിരുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് ന്യൂമോണിയ ബാധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജില് 2 കൈകളിലും ഇഞ്ചക്ഷൻ എടുത്ത് 8 മണിക്കൂർ ഇടവിട്ട് ഇത്ര ഇഞ്ചക്ഷൻ എടുക്കണം. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ട് കിടന്ന ഒരു സമയമുണ്ട് എനിക്ക്. ആ സമയത്ത് ഇഞ്ചക്ഷൻ എടുത്തിട്ടും ന്യൂമോണിയ ലിവറിൽ ബാധിക്കുന്ന ഒരു നിലയിലേക്ക്, ക്രിട്ടിക്കൽ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. ആ സമയത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ പേര് എന്റെ മാതാവും പിതാവും പറഞ്ഞുള്ള ഇതാണ്, സന്തോഷ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. ആ സന്തോഷ് ഡോക്ടർ ഞാൻ കിടക്കുന്ന ബെഡിൽ എന്നെ അങ്ങോട്ട് അപ്പുറത്തോട്ട് ചരിച്ച് കിടത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെടത്തില്ലെന്ന്, നിങ്ങളുടെ ഈ മകൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരേ ഒരു മകനാണ്. എനിക്ക് മൂത്ത ഒരു സിസ്റ്ററുണ്ട്, ഇളയ ഒരു സിസ്റ്ററുണ്ട്. അവര് മൂത്ത ആള് കർത്താവിന്റെ വേലയില് കേരളത്തിൽ തിരുവനന്തപുരത്ത് കുടുംബമായിട്ടായിരിക്കുന്നു. ഇളയ ആൾ അയർലൻഡിലാണ്, അവര് കുടുംബമായിട്ട് അയർലൻഡിലാണ്. അപ്പൊ ഞാന് ഈ ഒരു അവസ്ഥയിൽ എന്റെ അമ്മ വളരെ ഭാരപ്പെട്ട് എന്നെ കരങ്ങളിൽ എടുത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ആൺകുഞ്ഞാണ്, കർത്താവ് ഇവനെ മടക്കി തന്നാൽ ഇവനെ കർത്താവിന്റെ വേലയ്ക്ക് ഞങ്ങള് ഇവനെ വിട്ടേക്കാമെന്ന് നേർന്ന്, അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ കുതറി ചാടി ആശുപത്രിയുടെ വരാന്തയിൽ കൂടെ ഓടി നടന്നതാണ് എന്റെ സാക്ഷ്യം. 2.5 വയസ്സ് വരെ നടക്കാതിരുന്ന ഞാൻ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ കൂടെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെന്നാണ് എന്റെ പിതാവും മാതാവും പറഞ്ഞ സാക്ഷ്യം. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ നേർന്നതാണ്. എന്നാൽ എന്റെ ഔദ്യോഗിക വിദ്യാഭ്യാസ കാലയളവിന് ശേഷം ഞാൻ ബഹ്റിൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ജോലിക്ക് കടന്നുപോയി. കാരണം അങ്ങനെയും ദൈവം വിദ്യാഭ്യാസം തന്നു. BCom പ്ലസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വരെ പഠിച്ചതാണ് ഞാൻ. അപ്പൊ ആ നിലയിൽ ജോലിക്ക് പോയെങ്കിലും അവിടെ ആ രാജ്യത്തും ദൈവം ഒരു ദേവദാസനെ ആ രാജ്യത്തേക്ക് ദൈവം വിട്ടു. കോഴഞ്ചേരിക്കാരൻ ഒരു ദേവദാസൻ, ഒരു പ്രവാചകനെ ദൈവം അയച്ചിട്ട് ഞാന് താമസിക്കുന്ന റൂമിൽ കടന്നു വന്ന് എന്നോട് ആലോചന പറഞ്ഞു, നീ ലോകത്തിൽ ഒരു കമ്പനിക്ക് വേണ്ടിയോ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യാനുള്ളവനല്ല, നിന്നെ ഞാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ചേ കണ്ടതാണ് എന്ന് പറഞ്ഞ് എന്റെ കാര്യങ്ങളെല്ലാം പ്രവചനത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ എന്റെ ലൈഫിലെ കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ കണ്ണുനീരൊഴുകി, എന്റെ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകി. അന്ന് ഞാൻ തീരുമാനിച്ചു, ആ ജോലി, നല്ല ശമ്പളം, എനിക്ക് കർത്താവ് ഈ ലോകത്തിന്റെ ഒരു ജോലി വേണ്ട, ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി തന്നെ ഞാൻ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ ആ ജോലി റിസൈൻ ചെയ്തു വന്നാണ് കുമ്പനാട് ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്തത്. എത്ര നാൾ ജോലി ചെയ്തോടെ? 6 മാസം മാത്രമാണ് ഞാൻ ജോലി ചെയ്തത്. വെറും 6 മാസമാണ്. അന്നേരം എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് എനിക്ക് 26 വയസ്സ്. ഇപ്പൊ 26ാമത്തെ വയസ്സിൽ നല്ലൊരു ജോലി, എവിടെയാണ് സ്ഥലം? ബഹ്റിനില് കിട്ടിയ ആളാണ് ഈ പാസ്റ്റർ. നല്ല ശമ്പളം അല്ലേ? നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗിലായിരുന്നു ജോലി. കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റ് ആയിരുന്നു. ആ കമ്പനിക്ക് തന്നെ ആദ്യം തന്നെ ഒരു നല്ല പ്രോഫിറ്റ് ഞാൻ ചെന്ന് ഇടപെട്ട ഒരു ബിസിനസ്സിലൂടെ കമ്പനിക്ക് നല്ലൊരു പ്രോഫിറ്റ് ഞാൻ നേടിക്കൊടുത്തു. അതിന്റെ ആ കമ്പനിയുടെ ബോസ് എന്ന് പറയുന്ന ഒരു അറബി ഷെയ്ക്കാണ്. അദ്ദേഹം പൈലറ്റ് കൂടാണ്. അദ്ദേഹത്തിന് ഒരു ഭയങ്കര ഇംപ്രഷൻ എന്നിലൂടെ അങ്ങനെ ഉണ്ടായതാണ്. പക്ഷെ ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ ചെന്നപ്പോൾ പുള്ളി വിടത്തില്ലായിരുന്നു, പാസ്പോർട്ട് തിരിച്ചു തരത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഐ ഹാവ് എ കോൾ ഫ്രം ദ ഹെവൻ, സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കണ്ടിന്യൂ ഹിയർ ഇൻ ദിസ് ജോബ് സർ. ഐ നീഡ് ടു ലെഫ്റ്റ് ദിസ് ജോബ് ബിക്കോസ് ഐ ഹാവ് ടു ഡു ദ വർക്ക് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. പക്ഷെ അറബിക്ക് അതിന്റെ മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരുന്നു, അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാൻ എനിക്കുള്ള വിഷൻ അദ്ദേഹത്തെ അവതരിപ്പിച്ചു. അദ്ദേഹം പാസ്പോർട്ട് ഇങ്ങനെ മേശപ്പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് തരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ജോലി വിട്ട് ഞാൻ നാട്ടിലേക്ക് പോരുന്നത്. അപ്പൊ പാസ്റ്റർ ബഹ്റിനുള്ള ജോലി രാജിവെച്ചു. അതെ, അത് ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു കോളിംഗ് ആയിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ആ പാസ്റ്റർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ?
പ്രവാചകൻ. ആ ദൈവദാസൻ എവിടെ ഉണ്ടെന്നോ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒന്നും എനിക്കില്ല. കാരണം അത് ചെറുപ്പകാലമാണ്. അദ്ദേഹം ഒരു പ്രവചനം എന്നോട് എന്റെ ചെറുതിലെ മുതൽ ഇന്ന് വരെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം ദൈവിക ആലോചനയായിട്ട് പറഞ്ഞപ്പോൾ അത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്ത് കേട്ടു. അദ്ദേഹം സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. അല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽസ് എടുക്കാനുള്ള ചിന്ത എനിക്ക് പെട്ടെന്നുണ്ടായില്ല. അപ്പൊ 26-ാമത്തെ വയസ്സിലാണ് അവിടെ ജോലിക്ക് പോയത്. 26 അതിനു മുമ്പ് ഈ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്ന ഏത് കാലഘട്ടങ്ങളിലാണ്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് എന്റെ ഒരു 16-ാമത്തെ വയസ്സിലാണ്. ശരിക്കും 16-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെടുകയും അതേ പ്രായത്തിൽ തന്നെ സ്നാനപ്പെടുകയും ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുകയും ചെയ്തു. റാന്നി വൈക്കം IPC ചർച്ചാണ് എന്റെ മാതൃസഭ. ആ സഭയില് ആണ് ഞാന് ദീർഘകാലം എന്റെ യൗവനകാലം എല്ലാം സൺഡേ സ്കൂൾ PIP ആ നിലയിലെല്ലാം ആ സഭയോടുള്ള ബന്ധത്തിലാണ് ഞാൻ ആയിരുന്നത്. ആ ഒരു അനുഭവ പാഠവും ആത്മീയമായ പാഠവുമാണ് എനിക്ക് എന്റെ ജീവിതത്തിലുള്ളത്. അതിനുശേഷം യൗവനകാലത്ത് പഠന കാലയളവിൽ ഡിഗ്രി പഠിക്കുന്ന കാലയളവിലൊക്കെ അല്പമൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയ ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. റാന്നി കോളേജിൽ സെന്റ് തോമസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആ കാലയളവിലൊക്കെ അല്പം ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയ ഒരു അനുഭവമൊക്കെ എനിക്കുണ്ട്. എന്നാലും ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ഒരു വലിയ ആഴം എന്റെ ഉള്ളത്തിൽ എപ്പോഴും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് ലോകപരമായ കാര്യങ്ങളിൽ ഒത്തിരി മുഴുകിപ്പോകാതെ ദൈവം എന്നെ വളരെയധികം സൂക്ഷിച്ചു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ വളരെ ആത്മീയമായ ഒരു ചൈതന്യം, ആത്മാവിന്റെ സാന്നിധ്യത്തിലുള്ളത് എനിക്ക് വളരെയധികം കിട്ടിയിട്ടുണ്ട്. ആ ചെറുപ്പകാലയളവുകളില് പഠിക്കുന്ന കാലയളവുകളിലും അടൂര് ഉള്ളതായ ഒരു സ്പിരിച്വൽ വേവ്സ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ടീമുമായിട്ടുള്ള ബന്ധത്തില് അവരുടെ കൂടെ പാടാൻ അനേക കൺവെൻഷനുകളിൽ ക്രൂസൈഡുകളിലൊക്കെ പാടാൻ പോകാനൊക്കെ ദൈവം സഹായിച്ചു. ആ ടീമിന്റെ പേര് സ്പിരിച്വൽ വേവ്സ് എന്നുള്ള പേര് തന്നെ ഞാനാണ് ഇട്ടത്. പ്രാർത്ഥിച്ച് ഇട്ട പേരാണ് കൊച്ചുമോനും അനു. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു നിലയിലും സ്പിരിച്വലി വളരുന്ന ചില സ്റ്റേജുകൾ ദൈവം എനിക്ക് തന്നിരുന്നു. PYPയിലാണെങ്കിലും സ്റ്റേറ്റ് തലത്തിൽ വരെ പ്രസംഗത്തിന് ഫസ്റ്റ് മേടിച്ച ഒരു അനുഭവമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദൈവം എന്നെ അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുമ്പോൾ തന്നെയാണ് ജോലിക്ക് ഞാൻ കടന്നു പോകുന്നത്. എന്നാൽ അവിടെ നിന്ന് ദൈവം മടക്കി കൊണ്ടുവന്നു. അല്ല, ഈ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അച്ഛനും അമ്മച്ചും പറഞ്ഞില്ലേ ഇന്നപോലെ നിന്നെ ചെറുപ്പത്തില് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നേർന്നതാ മോനെ, നിന്റെ മനസ്സിൽ എപ്പോഴും അത് ഓർമ്മ വേണമെന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാൻ പ്രൊഫഷണലി എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഒരു ഏക മകൻ എന്നുള്ള നിലയിലും പിതാവ് ജോലി റിസൈൻ ചെയ്ത് മസ്കറ്റിലായിരുന്നു ദീർഘകാലം പിതാവ്. അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്ത് പോന്നപ്പോഴും എന്നെ കുറിച്ച് ഞാനൊരു ജോലിയിലാകണം, സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകണം, പിന്നെയും ഒരു ഇത് ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും അവരെ എന്നെ ഓർപ്പിക്കുമായിരുന്നു, മോനെ നിന്നെ ഇതുപോലെ നേർന്നതാണ്, നീ ദൈവവേലയ്ക്കുള്ള അതൊരിക്കലും മറക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ എന്നെ ഉണ്ട്. അപ്പൊ എന്നിട്ട് അതേസമയം തന്നെ ഞാൻ ബഹ്റിനിൽ കുറച്ചുനാൾ ജോലി ചെയ്ത ശേഷം കർത്താവിന്റെ വേലയിലേക്ക് നീങ്ങാൻ ആഗ്രഹിച്ചു. പക്ഷെ ദൈവത്തിന്റെ സമയത്ത് ദൈവം എന്നെ വിളിച്ച് ഇറക്കി. അപ്പോ ഈ ഗൾഫിൽ നിന്ന്, അതായത് ബഹ്റിനിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ എന്താണ് ചെയ്തത്? ബഹ്റിന് വന്ന ശേഷം റാന്നിയിലുള്ള എന്റെ ഭവനത്തില് ഞാൻ വീടിന്റെ മുകളിലുള്ളതായ റൂമില് 2ാമത്തെ നിലയില് ഫസ്റ്റ് ഫ്ലോറിലെ റൂമിൽ പോയി പ്രാർത്ഥനയിൽ അങ്ങ് ഇരിക്കുമായിരുന്നു. കാരണം അവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പാസ്റ്ററെ, ഞാൻ മടങ്ങി വരുന്നത് എന്റെ വീട്ടിൽ ഞാൻ അറിയിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും എന്നെ എയർപോർട്ടിൽ പോലും റിസീവ് ചെയ്യാൻ വരണ്ടെന്ന് എന്റെ പിതാവിനോടും മാതാവിനോട് പറഞ്ഞു. കാരണം ഞാൻ ഈ ഒരു നിലയിൽ ഞാൻ തീരുമാനമെടുത്ത് വരിക, അവരുടെ പ്രതീക്ഷ വേറൊരു നിലയിൽ ഉണ്ടായിരുന്നെങ്കിലും അത് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചിന്താഭാരം എന്റെ ഉള്ളിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണം എന്റെ അകത്ത് നല്ലതുപോലെ ഉണ്ടായിരുന്നു. എന്റെ സ്നേഹിതന്മാരായിട്ട് ബഹ്റിനിലുള്ളവരെല്ലാം എനിക്ക് എന്റെ പേരൻസിന് അത്യാവശ്യം അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങള്, സ്വീറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങള്, അത്യാവശ്യം ഡ്രസ്സുകള് എന്നോട് പറഞ്ഞു. എന്റെ ഒരു കൂട്ടുകാരനുണ്ട് സാംസൺ, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, റാന്നിക്കാരൻ. സാംസൺ പറഞ്ഞു, റോയിയുടെ പിതാവിനും മാതാവിനും അത്യാവശ്യം എന്തെങ്കിലും കൊണ്ട് കൊടുക്കാൻ ഉള്ള നില ഉണ്ടാകണം. സാംസൺ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്ത് തന്നതും ഇതൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. 6 മാസമേ ആയുള്ളെങ്കിലും. പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വന്ന് തന്നെത്താൻ ഞാനൊരു ടാക്സി ഹയർ ചെയ്ത് ഞാൻ റാന്നിയിലെ വീട്ടിലേക്ക് വരുമായിരുന്നു. വീട്ടിൽ വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറി. അവർക്ക് എന്നെ അങ്ങനെ സന്തോഷത്തോടെ റിസീവ് ചെയ്യാനുള്ള ഒരു ചിന്ത വരുന്നില്ല.
അപ്പൊ എനിക്കതൊരു വലിയ മനസ്സിന് ഭാരമുണ്ടായിരുന്നു. ഞാൻ അതൊന്നും കാണിച്ചില്ല. ഞാൻ നേരെ എന്റെ വീടിന്റെ മേളത്തെ റൂമിൽ പോയി പ്രാർത്ഥനയിൽ കയറിയിരുന്നു. പ്രാർത്ഥനയോടെ ഞാൻ ആ റൂമിനകത്ത് ഇരുന്നു. കുറച്ച് ദിവസങ്ങൾ അവിടെ ഇരുന്നു. PC വർഗീസ് എന്ന് പത്തനാപുരത്തുള്ള ഒരു PC വർഗീസ് എന്ന് പറഞ്ഞ ദേവദാസനുണ്ട്, അവന്റെ ഫീസിലുള്ള ദേവദാസൻ എന്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം എന്റെ അടുത്ത് വന്ന് എന്നോട് സമയം ചെലവഴിക്കുകയും പുള്ളിക്കാരന്റെ കൂടെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. റാന്നിയിലുള്ള സന്തോഷ് പുന്നൂസ് എന്ന് പറയുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് കുമ്പനാട് ബൈബിൾ കോളേജിൽ പോയി IBC ബൈബിൾ കോളേജിൽ പോയി BTH ജോയിൻ ചെയ്തു. അവിടെ 3 വർഷം അവിടെ പഠനം പൂർത്തീകരിച്ച് ഗ്രാജുവേറ്റ് അവിടെ 2ാം വർഷം ഞാൻ പഠിക്കുമ്പോൾ തന്നെ ഞാൻ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചത് കടമനിട്ടയിലുള്ളതായ ഒരു ഭവനത്തിൽ നിന്ന്, റാണി എന്നാണ് എന്റെ വൈഫിന്റെ പേര്. അവിടുന്ന് വിവാഹം കഴിച്ചു. ഞങ്ങള് ഒരുമിച്ച് റാന്നിയിലെ ഭവനത്തിൽ നിന്ന് തന്നെ ഞാൻ ഡേ സ്കോളർ ആയിട്ട് കോളേജിൽ പോയി കംപ്ലീറ്റ് പഠിച്ച് ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ബാംഗ്ലൂരിൽ നിന്ന് സിയോ ജോൺ പാസ്റ്റർ ചർച്ചിലേക്കുള്ളതായ ഒരു വേക്കൻസി ഓപ്പൺ ആയി കിട്ടുന്നു. അവിടേക്ക് ഞാൻ വരുന്നത്. ഈ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിയുന്നിടം വരെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതൊരു സാക്ഷ്യമാണ്. എന്റെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു ദേവദാസൻ ഒരു ആലോചന പറഞ്ഞത്, അടുത്ത വർഷം ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോയി ഞാൻ നിങ്ങൾക്ക് ഒരു ആൺപൈതലിനെ തരുമെന്ന് ഒരു ദേവദാസൻ പറഞ്ഞ ആലോചനയുണ്ട്. അപ്പൊ അങ്ങനെ ആലോചനയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ബാംഗ്ലൂർ വരുന്നതും. ഇവിടെ വന്നു കഴിഞ്ഞാണ് മൂത്ത മകന് ഞങ്ങൾ കൺസീവ് ആകാനിടയായി. അവനെ തരത്തിൽ നിന്ന് വാദിച്ച പിശാചിന്റെ പദ്ധതികൾ ഉണ്ടായിരുന്നു. 3ാം മാസം അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഹോസ്പിറ്റലിന്റെ സ്കാനിങ് റൂമിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്ത കുഞ്ഞാണെങ്കിൽ ഇവനെ ഞങ്ങൾ കളയത്തില്ല എന്ന് ഡോക്ടറോട് പറഞ്ഞ് സ്കാനിങ് റിപ്പോർട്ട് ഞാൻ മടക്കി പോക്കറ്റ് വെച്ചു. ആ കുഞ്ഞിനെ ദൈവം കളയാൻ അനുവദിച്ചില്ല. അവൻ ഇന്ന് 19 വയസ്സുണ്ട്. സാം എന്നാണ് അവന്റെ പേര്. അവന്റെ കയ്യിൽ ഒരു മറുക് കൈയുടെ താഴെ വരെ അടയാളം പോലിട്ടാണ് ദൈവം അവനെ ഞങ്ങൾക്ക് തന്നത്. അത് ദൈവം എന്നോട് സംസാരിച്ച കാര്യമാണ്. അവൻ ഇന്ന് ഡിഗ്രിക്ക് 2nd ഇയറിന് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ പാസ്റ്റർ പിന്നെ ബൈബിൾ ക്ലാസ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂരിലേക്ക് പോകും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമുള്ള മിനിസ്ട്രി ഒക്കെ എങ്ങനെയാണ്? പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, സിയോ ജോൺ പാസ്റ്ററുടെ കൂടെയാണ് ഞാൻ 3 വർഷക്കാലം. ഞങ്ങള് കുറച്ച് അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ബെന്നി പാസ്റ്റർ, അലക്സ് പി ജോൺ പാസ്റ്റർ, ജോസഫ് ജോൺ പാസ്റ്റർ, അങ്ങനെ കുറെ പേര് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ബെന്നി പാസ്റ്റർ എന്ന് പറയുന്ന ദേവദാസനോട് കൂടെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നതും. അദ്ദേഹത്തോട് കൂടെ സഹകരിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ നിൽക്കുന്ന ഒരു നിലയുണ്ട്. ആദ്യ കാലയളവുകളിൽ ഞങ്ങൾ തുടങ്ങിയത് ആ നിലയിലാണ് എന്റെ മിനിസ്ട്രി തുടങ്ങിയത്. പിന്നീട് 3 വർഷത്തോളം സിയോ ജോൺ പാസ്റ്ററോട് കൂടെ ആയിരുന്നു. ഫറാൻ കോളേജ്, എബനേസർ കോളേജ്, കോശീസ് കോളേജ്, ഇങ്ങനെയുള്ള കോളേജുകളിൽ പ്രാർത്ഥനകൾ, ആ നിലയിൽ സഭായോഗങ്ങൾ അറേഞ്ച് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ഇടയിൽ. ഇതൊക്കെ കണ്ടക്ട് ചെയ്യാനും പോകാനും ശുശ്രൂഷിക്കാനും ഒക്കെ ദൈവം ട്രെയിനിങ്, അതൊരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് 3 വർഷം ഒരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. ആ കാലയളവിൽ മിനിസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ളതായ ഒരു വലിയ ഗൈഡൻസ്, കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യൗവനക്കാരുടെ ഇടയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ഒരു വലിയ ഗൈഡൻസ് ദൈവം എനിക്ക് തരുന്നുണ്ടായിരുന്നു. അതിനുശേഷം 2008 എന്റെ പിതാവിന് പെട്ടെന്നൊരു രോഗാവസ്ഥ ഉണ്ടായിട്ട് ഞങ്ങൾ ഇവിടുന്ന് നാട്ടിലേക്ക് കുടുംബമായിട്ട് പോകേണ്ടി വന്നു. 2009 സെപ്റ്റംബർ മാസം 9-ാം തീയതി എന്റെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. അതിനുശേഷം പിന്നീട് ഞാൻ സൗദി അറേബ്യയിലെ കർത്താവിന് വേണ്ടി വചനം ശുശ്രൂഷിക്കുവാനും ഒരു വിസിറ്റിങ്ങിന് പോലെ പോകാൻ ദൈവം എന്നെ സഹായിച്ചു. സാമ്പത്തികമായി ഞങ്ങൾ അത്രമാത്രം ഒരു ഞെരുക്കത്തിലേക്ക് പോയ അവസ്ഥയുണ്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലൂടെ പോയ സമയത്ത്. അതിനുശേഷം ദൈവം എന്നെ അയച്ചു. അത്യാവശ്യം ആ ഒരു സാമ്പത്തികമായ ഞെരുക്കത്തിൽ ദൈവം ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഇടയായി. അങ്ങനെ പിന്നീട് മടങ്ങി വരുന്നത് പാസ്റ്ററെ 2009 തന്നെ KS ജോസഫ് എന്ന് പറയുന്ന ഒരു ദേവദാസന്റെ സഭയിലെ ശുശ്രൂഷകനായിട്ട് ഇവിടെ വരാനിടയായി. ഹോറമാവ് എന്ന് പറയുന്ന സ്ഥലത്ത് IPCയുടെ ചർച്ചിന്റെ ശുശ്രൂഷകനായിട്ട് വന്നു. 3 വർഷക്കാലം അവിടെ ശുശ്രൂഷയിലായിരിക്കാനും ആ സഭയ്ക്ക് ഒരു വലിയ ആത്മീയ വളർച്ച ഉണ്ടാകുവാനും ഒക്കെ ദൈവം ഇടയാക്കി. കർത്താവ് ആ നിലയിൽ എന്നെ എന്റെ കഴിവല്ല, മിടുക്കല്ല, കൃപാവരങ്ങളോടുകൂടെയുള്ള ശുശ്രൂഷയോടെ ദൈവം എന്നെ നിർത്തുന്നു. അങ്ങനെ ആ സഭയ്ക്ക് ഒരു വളർച്ച ഉണ്ടാകുവാൻ എല്ലാം ദൈവം ഇടയാക്കി. അതിനുശേഷം
ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നിലയിൽ ഒരു മിനിസ്ട്രിയിലേക്ക് കർത്താവ് ഒരു ഗൈഡൻസ് തന്ന് അങ്ങനെ മൂവ് ചെയ്യാനിടയായി. ബെർശാലോ മിനിസ്ട്രീസ് 2012 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു ചർച്ചയായിട്ട് വൊഡ്രപ്പാളയ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ തന്നെ ഒരു പ്രാർത്ഥന ആരംഭിക്കാനും 2019 വരെ ആ ഒരു കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ഞാനായിരുന്നു. നല്ലൊരു വളർച്ച ദൈവം അവിടെ ആ ഒരു കൂട്ടായ്മയ്ക്ക് തന്നു. 2019 കൊറോണ ആരംഭിച്ച സമയത്ത് എല്ലാം സൂം മീറ്റിംഗിലായ സമയത്ത് വീണ്ടും ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി പോകാൻ ഒരു സാഹചര്യം ഉണ്ടായി. മാതാവിന്റെ ആരോഗ്യ സ്ഥിതി മോശമായത് നിമിത്തം അങ്ങനെയാണ് വീണ്ടും നാട്ടിലേക്കൊക്കെ മടങ്ങിപ്പോയി. തിരിച്ച് വീണ്ടും 2020 വീണ്ടും 21 ദൈവം സഹായിച്ച് വീണ്ടും ബാംഗ്ലൂരിൽ വന്നു. ഇപ്പോൾ അനകൽപുര എന്ന് പറയുന്ന പ്രദേശത്തായിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയ ഒരു കൂട്ടായ്മ എന്റെ ഭവനത്തിൽ തന്നെ ഉണ്ട്. അതിനേക്കാട്ടിലുപരി എന്റെ ബെർശാലോ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഞാൻ ആരംഭിച്ച ആ മിനിസ്ട്രിയുടെ പല പ്രവർത്തനങ്ങളായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. ബെർശാലോ മിനിസ്ട്രി മെയിൻ ആയിട്ട് ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്രെയർ ലൈൻ മിനിസ്ട്രിയാണ്. ഞാൻ സൂം മീറ്റിംഗ് തുടങ്ങിയ സമയത്താണ് അങ്ങനെ ഒരു നിലയിലേക്ക് അത് ആകാനിടയായത്. ഏകദേശം 300ഓളം അംഗങ്ങൾ ഉള്ള ഒരു മിനിസ്ട്രിയാണ്. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് 300ഓളം അംഗങ്ങൾ പ്രെയർ ഓൺലൈൻ ആണ്. ഓൺലൈൻ പ്രെയർ മിനിസ്ട്രിയാണ് മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾ എപ്പോഴും മീറ്റിങ്ങുകൾ, ഓൺലൈൻ മീറ്റിങ്ങുകൾ, കാര്യങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിലുള്ള കോളേജുകളിലുള്ള പഠിക്കുന്ന സ്റ്റുഡൻസിന് അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള അവരുടെ വളർച്ചയ്ക്കുള്ള ഗൈഡൻസ്, അങ്ങനെ പലരെ കാണാനും മീറ്റ് ചെയ്യാനും ഒക്കെ ഇടയായി ഉള്ള നിലയിൽ പല കാര്യങ്ങൾ അങ്ങനെ സ്റ്റുഡൻസിന്റെ ഇടയിൽ നല്ലൊരു പങ്കാളിത്തം വഹിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവാഞ്ചലിസം വർക്ക് ചെയ്യാനും ദൈവം സഹായിക്കുന്നു. ട്രാക്റ്റുകൾ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ വിസിറ്റിംഗ് മിനിസ്ട്രീസ്, ഇതൊക്കെ ബെർശാലോ മിനിസ്ട്രീസിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പം ഇത്രയും നാളത്തെ പാസ്റ്ററുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവം അത്ഭുതകരമായി ചില കാര്യങ്ങൾ ചെയ്തു. വിശ്വാസികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പാസ്റ്റർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ. വിശ്വാസികൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറയത്തക്ക 1-2 സന്ദർഭങ്ങൾ. തീർച്ചയായിട്ടും ഞാൻ എന്റെ പ്രാരംഭത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞാല്, എനിക്ക് പ്രവചനപരത്തോടു കൂടി ഒരു ശുശ്രൂഷ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് അനേക ഇടങ്ങളില്, കേരളത്തിലാണ് കൂടുതലും, പല സഭകളിലേക്കും ഒരു ഇൻവൈറ്റഡ് പ്രീച്ചറായിട്ട് ദൈവം എന്നെ അയക്കുന്നുണ്ട്. ഉപവാസ പ്രാർത്ഥനകളില് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവം എന്നെ അയക്കുന്നു. അവിടെ അങ്ങനെയുള്ള ശുശ്രൂഷകളില് പല വിധത്തിലുള്ള ദൈവിക പ്രവർത്തികൾ ദൈവം ചെയ്തതിന്റെ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ക്യാൻസർ രോഗത്തിന്റെ 4ാമത്തെ സ്റ്റേജ് വരെ ആയിട്ടുള്ള വ്യക്തി വരെയും സൗഖ്യം പ്രാപിച്ച് അടുത്ത ഡയഗ്നോസിക്സ് ചെന്ന് പിന്നെ അടുത്ത അവരുടെ രോഗത്തിന്റെ അവസ്ഥയുടെ അതെന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് ചെക്കപ്പ് ചെയ്യാൻ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു രോഗം ശരീരത്തില്ല എന്ന് പറയുന്ന നിലയിൽ ദൈവം സൗഖ്യം കൊടുത്തിട്ടുള്ളവരുണ്ട്. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ജോലി സംബന്ധമായി ഭാരപ്പെട്ട് വിദേശത്തോ ഒക്കെ പോകാൻ ആഗ്രഹിച്ചിട്ട് തടസ്സങ്ങളായിരിക്കുന്ന പല വ്യക്തികളുടെ, യൗവനക്കാരുടെ ഒക്കെ വ്യക്തികളുടെ വിഷയത്തില് ദൈവം അത്ഭുതകരമായിട്ട് അവരുടെ വിഷയത്തിൽ ദൈവത്തിന്റെ വിടുതലുകൾ ദൈവം ചെയ്യുന്നത്, അവര് സാക്ഷ്യം പറയുന്നത് കേൾക്കാനും, വിദേശത്ത് ചെന്ന ശേഷം അവര് ഫോൺ ചെയ്തിട്ട് പാസ്റ്ററെ, ഞങ്ങൾ പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്ത് തന്നെ ദൈവം ഞങ്ങളെ എത്തിച്ചു എന്ന് പറയുന്നത് പോലെ സാക്ഷ്യം വരെ കേൾക്കുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇതിനെക്കാട്ടെല്ലാം ഉപരി ഞാൻ എന്റെ ശുശ്രൂഷയിൽ അനേക ഭവനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പല കുടുംബങ്ങളും ശാപത്തിന്റെ അവസ്ഥകളിലൊക്കെയും വളരെ ശോചനീയ അവസ്ഥയിലേക്ക് പോയ പല ഭവനങ്ങളിലും അവരുടെ കൂടെ പോയി ഇരുന്ന്, ഒരു ഭവനമുണ്ട്, ആ ഭവനം എടുത്ത് അവരുടെ ആ ഭവനം ഏതായെന്ന് പറയുവാനായിട്ട് ഞാൻ തയ്യാറാകുന്നില്ല, അത് കോൺഫിഡൻഷ്യലാണ്. ആ ഒരു ഭവനം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഭവനമുണ്ട്. ആ ഭവനത്തിൽ അവരുടെ അവസ്ഥയിൽ ഏറ്റവും ശോചനീയമായ അവസ്ഥയില് കൊറോണ സമയത്താണ്. ഞാൻ സഭാ ചാർജ് അന്ന് എനിക്ക് ലഭിക്കാതെ ഇരുന്ന ഒരു സമയമുണ്ട്. നാട്ടിലായിരുന്നു ഞാൻ. സൂം മീറ്റിംഗ് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത്
ഒരു ഭവനത്തിൽ, ആ ഭവനത്തിൽ പോയി ഇരുന്ന് ഒരു വർഷത്തോളം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവരെല്ലാം ആ ഭവനത്തിന്റെ ഏറ്റവും ശോചനീയ അവസ്ഥയിലായിരുന്ന അവസ്ഥയിൽ പോയി പ്രാർത്ഥിച്ച് ഒരു വർഷത്തിനകത്ത് ആ കുടുംബത്തെ മുഴുവനായും കർത്താവിലേക്ക് കൂടുതലായി അവരെ അടുപ്പിക്കുവാനും ദൈവ സാന്നിധ്യത്തിലേക്ക്, ആത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവിലേക്കൊക്കെ അവരെ കൂടുതൽ അടുപ്പിക്കാനും ആ ഭവനത്തിന്റെ അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ, അനുഗ്രഹങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ ദൈവം എന്നെ ഇടയാക്കി. പാസ്റ്റർ, ഈ പ്രവചന ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ എങ്ങനെയാണ് പാസ്റ്റർ എങ്ങനെയാ പ്രവചിക്കുന്നത്? അതിന്റെ ദൈവിക ആലോചനകൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? അതിനെ കുറിച്ചൊന്ന് പറയാം. ദൈവിക ആലോചനകള്, പ്രവചന ശുശ്രൂഷ, ഒരു വീട്ടിൽ ചെന്ന്, ആ വീട്ടിൽ ചെന്ന് ഇരുന്ന് കഴിയുമ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർക്ക് ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുകയാണോ, അതോ ദർശനത്തിൽ കാണുക? എന്താണ് ആ ഭവനത്തിന്റെ പ്രശ്നം? അത് ഞാൻ പാസ്റ്റർ പറയാം. ഒരു വ്യക്തിക്ക് ഇപ്പൊ പാസ്റ്റർക്ക് ഒരു വിഷയത്തെ കുറിച്ച് ഒരു ആലോചന കിട്ടണമെന്നുണ്ടെങ്കിൽ പാസ്റ്റർ തന്നെ ആ ഒരു കാര്യത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ആഗ്രഹത്തോടെ പാസ്റ്റർ ആയിരിക്കുന്ന ഒരു നിലയിലാണ് ഒരു ദൈവദാസനിലൂടെ ദൈവം സംസാരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇപ്പോൾ ഈ വന്നിരുന്നേച്ച് ഒരു പാസ്റ്റർ വന്നിട്ടുണ്ട്, ഞാനിതാ ഇരിക്കുന്നു, എന്നോടുള്ളത് പറഞ്ഞു എന്ന് പറയുന്ന അല്ല കാര്യം. ആ ഇരിക്കുന്ന വ്യക്തിയിലുള്ളതായ സമർപ്പണ ബോധവും, ആ ഇരിക്കുന്ന വ്യക്തി എത്രമാത്രം ദൈവത്തോട് അടുത്തായിരിക്കുന്നു എന്നുള്ളതും, ആ വ്യക്തിയിലുള്ള ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ അളവ് ഏത് നിലയിലാണെന്നുള്ളതും, അദ്ദേഹം ദൈവത്തോടുകൂടെ എത്രമാത്രം ഒരു കമ്മിറ്റ്മെന്റോടുകൂടെ ജീവിതത്തിൽ യാത്ര ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും ദൈവദാസനിൽ ഇടപെടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലാത്ത വ്യക്തികളോട് ഒരു ദൂതും എന്റെ ജീവിതത്തിൽ എനിക്ക് വെളിപ്പെട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. അല്ലാതെ ഉള്ള പല വ്യക്തികളുടെ കാര്യത്തിലും ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നത് വളരെ ആത്മസാന്നിധ്യത്തോടെ കണ്ണടച്ച് പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് ഈ എഴുതി കാണിക്കുക, ദർശനം, അങ്ങനെയുള്ള നിലയൊന്നും എന്റെ പേഴ്സണൽ അനുഭവം പറയുന്നത്. ദൈവാത്മാവ് എന്റെ അകത്തളങ്ങളിൽ ചില കാര്യങ്ങൾ ബോധ്യത പോലെ തരും. ഈ വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു ബോധ്യത പോലെ തരും. അത് ബുദ്ധിയിൽ നിന്നല്ല പെട്ടെന്ന് പറയുന്നത്, ആത്മാവിൽ അത് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന കാര്യം കറക്റ്റ് ദൂതായിട്ട് ആ വ്യക്തിക്ക് അത് അനുഭവപ്പെടുകയാണ്. ഇപ്പൊ പാസ്റ്ററോട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറയാം, പാസ്റ്റർ എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിക്കണം. പാസ്റ്റർ പ്രാർത്ഥിച്ച ആലോചനകളൊക്കെ പറയും. തീർച്ചയായിട്ടും ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് ഇന്നും ഞാൻ ആലോചനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അത് വിളിക്കുന്ന വ്യക്തി ആരാന്ന് പോലും ഒരു പരിചയം പോലും ഇല്ലാത്ത വ്യക്തികൾ എന്നെ പലയിടത്തു നിന്ന് വിളിക്കാറുണ്ട്. അവരോട് പ്രാർത്ഥിച്ച് ഫോണിൽ കൂടെ അന്നേരം തന്നെ അല്പസമയം, അരമണിക്കൂറൊക്കെ ചിലപ്പോൾ പ്രാർത്ഥനയിലേക്ക് പോകും ഫോണിൽ കൂടെ തന്നെ. അതിനുശേഷം അവരുടെ ജീവിതത്തിലുള്ളതായ പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയും അവർക്ക് അതിനുള്ള പരിഹാരത്തിനുള്ള ദൈവം അവർക്ക് വേണ്ടി കൊടുക്കുന്ന പരിഹാരത്തിന്റെ കാര്യം പറയും. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പ്രശ്നം ഉണ്ടായത് അവരുടെ തന്നെ കുറവുകൾ കൊണ്ടാണെന്നുള്ളത് വരെയും ദൈവം വെളിപ്പെടുത്തി പറയിപ്പിച്ചിട്ടുണ്ട്. ചില വ്യക്തികളുടെ വിഷയത്തിൽ അവരുടെ കുറവുകൾ കൊണ്ട് തന്നെ അവർക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഓപ്പണായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. എനിക്ക് ഒരു സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയോ കാര്യത്തിന് വേണ്ടിയോ പ്രവചനത്തെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് അതിന്റെ ആഗ്രഹവുമില്ല, ആവശ്യകതയുമില്ല. ദൈവം എന്നോട് സംസാരിക്കുന്ന കാര്യം അത് വചനം ഇരുവായ്ത്തലുള്ള വാളാണ്, ഹൃദയങ്ങളെ മുറിക്കുന്നതാണ്. ആ നിലയിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവിൽ ഓപ്പണായിട്ട് ഞാൻ ഫോണിൽ കൂടെയും ആലോചനകൾ പറയാറുണ്ട്. അത് അതുപോലെ റിസീവ് ചെയ്തിട്ടുള്ളവരുണ്ട്. അവർക്ക് അതിൻ്റെതായ നിലയിൽ ദൈവത്തിന്റെ മഹത്വം അവർ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് വിടുതലിന് കാരണമായി തീർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കാരണമായി തീർന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ ആ ടെലഫോണിലൂടെയുള്ള പ്രയറും ആലോചനകൾ പറയുകയും ചെയ്യുന്ന മിനിസ്ട്രി വളരെ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിൽ ഒരുപാട് പേര് സന്തോഷിക്കുകയും അവർക്കുള്ളതായ വിടുതലുകൾ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാസ്റ്ററോട് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്തു, ഈ വീഡിയോ കണ്ടിട്ട് ഒരാള് താല്പര്യപ്പെടുക, പാസ്റ്റർ ഒന്ന് വിളിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ നമ്മൾ ഈ വീഡിയോക്കകത്ത് നമ്പർ ഇടുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ ഏത് സമയത്തും ഫ്രീ ആണ്. ഇനി അത്ര തിരക്കുള്ള സമയമാണെങ്കിൽ വേറൊരു സമയത്ത് വിളിക്കാൻ ഞാൻ അതിന്റെ ടൈം പറയും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും, ഏത് രാജ്യത്തു നിന്ന് വേണമെങ്കിലും, ഏത് സ്ഥലത്തു നിന്ന് വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും എന്നെ വിളിക്കാം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതായ ശുശ്രൂഷ ആ നിലയിലാണ്. ഞാൻ പ്രാർത്ഥിക്കുക, ഒരു പ്രാർത്ഥനയാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ശുശ്രൂഷ, ഇങ്ങനെയുള്ള ഈ ശുശ്രൂഷകൾ തുടങ്ങിയിട്ട് എത്ര വർഷമായി?
ഞാൻ 2012 ഈ മിനിസ്ട്രി ആരംഭിച്ചതിന് ശേഷം ദൈവം എന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നിലയിൽ കൊണ്ടുപോവുകയാണ്. IPCയുടെ ഓർഡൈൻഡ് പാസ്റ്ററാണ് ഞാൻ. IPCയോട് ബന്ധത്തിൽ തന്നെയാണ് ഇന്ന് ഞാൻ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ദൈവം എന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നിലയിൽ എന്റേതായ കാഴ്ചപ്പാടിലുള്ള നിലയിലുള്ള മിനിസ്ട്രി ആയിട്ട് എന്നെ ദൈവം കൊണ്ടുപോകുന്നുണ്ട്. അന്ന് മുതൽ 2012 മുതൽ ഈ നിലയിലുള്ളൊരു ശുശ്രൂഷയും കാര്യങ്ങളും ദൈവം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. പ്രവചനപരത്തോടു കൂടിയുള്ള ശുശ്രൂഷ 2008 മുതലൊക്കെ ഞാൻ ദൈവം എനിക്കത് ചെയ്യുന്നുണ്ട്. വിദേശത്ത് 3-4 രാജ്യങ്ങളിൽ ദൈവം എന്നെ അയച്ചു, ആ ശുശ്രൂഷയുമായിട്ട് അയച്ചു. അങ്ങനെയുള്ള നിലയിൽ ദൈവം എനിക്ക് ആ ഒരു ഗിഫ്റ്റ് ദൈവം തന്നിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിൽ കുഞ്ഞിലെ ഞാൻ ഒരു മരണത്തിലേക്ക് പോയിട്ട് ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവന്ന ഒരാളാണ്, ഒരു അത്ഭുത ബാലനായിട്ട് കൊണ്ടുവന്നതാണ്. ആ നിലയിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു വലിയൊരു ഗിഫ്റ്റ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് എനിക്കത് കോൺഫിഡൻസ് ആയിട്ട് ഈ വീഡിയോയിൽ കാണുന്നവരോട് പറയാൻ പറ്റും. ആ ഒരു പ്രാർത്ഥനയിലുള്ള ഒരു വലിയ അനുഗ്രഹവും വിടുതലും അനേകർ അനുഭവിച്ച സാക്ഷ്യം എനിക്ക് മനസ്സിലാകാനുണ്ട്. ഓക്കെ, പാസ്റ്ററുടെ ഒരു ദിവസത്തെ ഒരു റൂട്ടീൻ ഒന്ന് പറയാമോ? എന്തൊക്കെയാണ് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കും മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്നത്? രാവിലെ ഞാൻ എന്റെ റൂട്ടീൻ പറഞ്ഞാൽ 3:30 രാത്രി വെളുപ്പിന് ഒരു 3:30 മണിക്ക് എല്ലാ ദിവസങ്ങളിലും ദൈവം എന്നെ എഴുന്നേൽപ്പിക്കാറുണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട്. അത് അനേക വ്യക്തികളുടെ വിഷയങ്ങൾ എന്റെ ലിസ്റ്റിലുണ്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്റെ ലിസ്റ്റിലുള്ള ആളാണ് ഞാൻ. അവർക്ക് വേണ്ടി വെളുപ്പിന് 3:30 ഞാൻ സാധാരണയായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് 1 മണിക്കൂറോളം ആ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം പിന്നെ കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കും. രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോഴായിരിക്കും പിന്നെ എണീക്കുന്നത്. എണീറ്റ് കഴിഞ്ഞാൽ വീണ്ടും പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം നമ്മുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മിക്ക ദിവസങ്ങളിലും ഏതെങ്കിലും പ്രാർത്ഥനാ മീറ്റിങ്ങുകളോ കാര്യങ്ങളോ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോകാറുണ്ട്. ഭവന പ്രാർത്ഥനയോ അങ്ങനെയുള്ള കാര്യങ്ങളിലായിട്ട് പോകാറുണ്ട്. ഒരുപാട് ഭവനങ്ങളിൽ പേഴ്സണൽ ആയിട്ടുള്ള പ്രാർത്ഥനകൾക്കായിട്ട് എപ്പോഴും എന്നെ വിളിക്കുന്ന അനുഭവമുണ്ട്. അതാണ് കൂടുതലായിട്ട് എന്റെ പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്തത്. ബാംഗ്ലൂർ പട്ടണത്തിൽ തന്നെ സമുദായ ഭേദമന്യേ ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പെന്തക്കോസ്തുകാരുടെ ഭവനങ്ങൾ മാത്രമല്ല, എല്ലാ സമുദായങ്ങളുടെയും ുള്ള ഭവനങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അവരുടെ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും അവരോട് ദൈവവചനത്തിൽ നിന്ന് ആവശ്യമായത് പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അവരെ കർത്താവിങ്കൽ ഉറപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് എപ്പോഴും. അങ്ങനെയാണ്. അപ്പോ പാസ്റ്റർക്ക് പൊതുവെ നമ്മുടെ ഈ പുതുതലമുറയോട്, പുതിയ തലമുറയിൽ വരുന്ന സുവിശേഷകരോടൊക്കെ എന്താണ് ഒരു സന്ദേശം പറയാനുള്ളത്? പാസ്റ്ററുടെ ജീവിതാനുഭവവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? എനിക്ക് വളരെ ആത്മാർത്ഥമായി ഇന്ന് സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുന്നവരോട് പറയാനുള്ളൊരു കാര്യമുള്ളത്, നമ്മൾ കർത്താവിന്റെ പാത തുറന്നാണ് ഇറങ്ങുന്നത്. കർത്താവ് കഷ്ടം അനുഭവിച്ചതായ അനുഭവമാണ് നമുക്കുള്ളത്. അതേ പാത പിന്തുടരണമെന്നാണ് വചനവും പറയുന്നത്. ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ടബിൾ സോൺ അല്ല. അത് ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടപ്പാടിന്റെ അനുഭവം തന്നെയാണ്. അങ്ങനെ സമർപ്പണമുള്ളവർ മാത്രമേ ഈ കാര്യത്തിൽ ഇറങ്ങാവുള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെ അല്ലാതെ ഇന്നത്തെ കാലത്തെ സുവിശേഷ വേലയുടെ രീതികളിലൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. നമുക്ക് അനുഗ്രഹം, ഭൗതിക അനുഗ്രഹം ദൈവം തരുന്നത് തന്നെയാണ്. അത് ദൈവം തരുന്ന ദാനമാണ്. നമ്മൾ മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, എന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നൊരു വചനമുണ്ട്. ആ വചനത്തെയൊക്കെ വേറെ നിലയിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ എന്ന് കാണുന്നത്. അതങ്ങനെയല്ല, നമ്മൾ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് നന്മയും കരുണയും ആയുഷ്കാലം നമ്മൾ പിന്തുടരുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അതിനുവേണ്ടി കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്ന ഒരു നിലയല്ല, അല്ലെങ്കിൽ ആ നിലയിലുള്ളതായ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ പ്രോസ്പിരിറ്റി എന്നുള്ള ചിന്താഗതിയോടുകൂടെ ഉള്ളതായ രീതികളല്ല വേണ്ടിയത്. യങ്സ്റ്റേഴ്സിനോട് ഞാൻ പറയാം, നിങ്ങൾ കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണെന്നുള്ള സമർപ്പണത്തോടെ ഇറങ്ങിയാൽ ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ അനേകരെ ദൈവരാജ്യത്തിലേക്ക് ചേർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഈ ഇന്ന് ഇറങ്ങുന്നതായ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവരെ ഭൗതികമായ നിലയിലുള്ള ഒരു അനുഗ്രഹത്തിലേക്കോ നേട്ടത്തിലേക്കോ അവരെ ഓടിച്ചോണ്ട് പോകുവാൻ സാത്താൻ ശ്രമിക്കുന്നത് പോലെ എന്നുള്ളത്. അങ്ങനെ ഒരു രീതിയിലേക്ക് പോയാൽ അധപ്പതനമാണ്. അവിടെ നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയത്തില്ല. ദൈവസന്നിധിയിൽ നിങ്ങൾ തന്നെ ഒരു വില കൊടുക്കുവാൻ തയ്യാറാകണം. അതാണ് ഞാൻ പറയുന്നത്. വില കൊടുക്കുവാൻ നിങ്ങൾ ആദ്യമേ തയ്യാറായാൽ നിശ്ചയമായി ദൈവത്തിന്റെ സമയമാകുമ്പോൾ എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് തന്നു. പാസ്റ്ററുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള സുവിശേഷകന്മാർ ആരൊക്കെയാണ്?
ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ സുവിശേഷകനെ പോലെ ആകണം, അല്ലെ അദ്ദേഹം പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കണം, അങ്ങനെ എന്തെങ്കിലും ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള സുവിശേഷകന്മാരോ അല്ലെങ്കിൽ പാസ്റ്റേഴ്സോ ഉണ്ടോ? എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം എനിക്ക് സ്വാധീനിച്ചിട്ടുള്ളതെന്ന് പറയുന്ന 2 ദൈവദാസന്മാരുണ്ട്. ഒന്ന് കാനവച്ചനാണ്. കാനവച്ചൻ എന്ന് പറയുന്ന നിത്യതയിൽ വിശ്രമിക്കുന്ന കാനവച്ചൻ എന്ന ദൈവദാസൻ പേഴ്സണലി എനിക്ക് അറിയാവുന്ന ദൈവദാസനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുള്ള വ്യക്തിയാണ്. ആ ദൈവദാസൻ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവദാസനാണ്. മറ്റൊരാൾ ബാബു ചെറിയാൻ എന്ന് പറയുന്ന പാസ്റ്ററാണ്. IPCയിലെ ബാബു ചെറിയാൻ പാസ്റ്റർ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വളരെയധികം ഒരു സ്വാധീനം ഞാൻ എന്റെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള ഒരു ദേവദാസനാണ്. അങ്ങനെ ഒത്തിരി ദേവദാസന്മാരുണ്ട്. എടുത്തു പറയത്തക്കവണ്ണമാണ് ഇവരെ കാര്യം ഞാൻ പറഞ്ഞത്. ഇനി എന്താണ് പാസ്റ്ററുടെ ഒരു ഭാവി പദ്ധതികൾ എന്താണ്? ഇപ്പൊ എത്ര വയസ്സായി പാസ്റ്റർ? എനിക്കിപ്പോൾ 49 വയസ്സ്. ഇപ്പോൾ ഈ ജൂലൈ 27 ആകുമ്പോൾ 50ലേക്ക് പ്രവേശിക്കും. 50 വയസ്സായി. ഇനി എന്താണ് പാസ്റ്ററുടെ ഒരു ഭാവി പദ്ധതികൾ? ഭാവി പദ്ധതി ഞാൻ പ്രത്യേകമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഒരു എന്റേതായ നിലയിലുള്ള ഒരു പ്ലാനിങ് എനിക്കില്ല. ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരാളാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അന്നത്തെ ദിവസത്തെ കാര്യത്തിലേക്ക് നീങ്ങിയാലും പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ പോകണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി. ആ ദൈവം എന്നെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും ഇന്ന് നശിച്ചു പോകുന്ന ഒരു വലിയൊരു യുവതലമുറയുണ്ട്. ആ തലമുറയിലേക്ക് അവരുടെ ആ ഒരു ദാരുണമായ അവസ്ഥയിലേക്ക് പോകുന്ന, ലഹരിക്ക് അടിമകളായി പോകുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി അവരെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറകോട്ട് കൊണ്ടുവരത്തക്കവണ്ണമുള്ള നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി ചില കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പ്ലാനായിട്ടില്ല. ദൈവം എനിക്ക് ഗൈഡൻസ് തരുന്നത് പോലെ അങ്ങനെയുള്ളൊരു തലമുറയെ കർത്താവിങ്കൽ പിടിച്ചു നിർത്തുവാൻ, അവരെ മടക്കിക്കൊണ്ടുവന്ന് നിർത്തുവാനുള്ള ഒരു വലിയ ആഗ്രഹം എന്റെ അകത്തുണ്ട്. അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും പാസ്റ്ററുടെ ജീവിതാനുഭവവുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? പൊതുജനം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ കുടുംബമായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വേലയിൽ ഒരു കൃപയോടുകൂടെ നിൽക്കുവാൻ കഴിയേണ്ടതിനായിട്ടുള്ള ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളോടങ്ങ് ചോദിക്കുകയാണ്, എന്നെ കേൾക്കുന്നവരോട്. അതേ സമയം തന്നെ നിങ്ങൾ അറിയേണ്ടതായ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, ദൈവിക ആലോചനകൾ മനസ്സോടെ പ്രാപിക്കുവാൻ തയ്യാറാകുക, നന്മയും തിന്മയും തിരിച്ചറിയുക, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കാൻ ഇടയാകുക. ഇന്ന് കാണുന്നതായ പൊളിറ്റിക്കലായിട്ടുള്ള അനുഭവങ്ങൾ, സഭാതലത്തിലും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം കയറി പിടിച്ചിരിക്കുക. അതൊരു പുഴുക്കുത്ത് പോലെ പിടിച്ചിരിക്കുക. ഇതിലേക്കെങ്ങും നമ്മുടെ ശ്രദ്ധയൊന്നും പോകാതെ സോഷ്യൽ മീഡിയയിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടുതൽ സമയം ചെലവഴിച്ച് വിമർശനത്തിനും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അതിന് അഭിപ്രായം പറഞ്ഞ് നമ്മുടെ വില കളയാതെയും നമ്മുടേതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒരു വിശ്വസ്ത സാക്ഷിയായി നിൽക്കാൻ നിങ്ങളെ ദൈവം ഇടയാക്കണമേ എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും പാസ്റ്ററുമായിട്ട് ഇത്രയും സമയം തന്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തോടെ സ്തോത്രം. പാസ്റ്ററെ വളരെയധികം നന്ദി. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിക്കാം. കർത്താവ് ഇങ്ങനെ ഒരു നല്ല ഒരു ഇന്റർവ്യൂ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ക്രമീകരിച്ചു തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗോസ്പൽ TV UP ദൈവം വളരെയധികം ഇതിനെ വിശാലതയിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടാനിടയായത് വലിയൊരു ഭാഗ്യമായി ചിന്തിക്കുന്നു. ദേവദാസൻ ചെയ്യുന്ന കാര്യങ്ങളും മിനിസ്ട്രി കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. അത്ര വിശാലമായ നിലയിൽ കാര്യങ്ങൾ വളരെയധികം റിസ്ക് എടുത്ത് ദേവദാസൻ ആ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹീതമായ നിമിഷത്തിനായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ യൂട്യൂബിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ആമേൻ സ്നേഹമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവവരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മക്കളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നേരോടെ ആമേൻ നിൽക്കുവാൻ, ആമേൻ സ്തോത്രം, ജീവിക്കുവാൻ കഴിയേണ്ടതിന് എല്ലാവിധത്തിലുള്ള ആത്മീകമായ ആമേൻ സ്തോത്രം, ആമേൻ വചനങ്ങളും അതിൻ്റെതായ ആലോചനകളും നിന്റെ മക്കളുടെ മേൽ കർത്താവെ നൽകണമേ എന്ന് അടിയൻ
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോസ്പൽ ടിവിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ ദാസൻ സാജു അവരുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ അനുഗ്രഹിക്കണം. ഇതിന്റെ പ്രവർത്തനങ്ങളെ മാനിക്കുമാറാകണം. ഇന്നത്തെ പകൽക്കാലവും ഞങ്ങളെ അനുഗ്രഹത്തോടെ ആത്മാവിന്റെ ഗൈഡൻസിൽ നടത്തുന്ന നല്ല ദൈവത്തിന് ഞങ്ങൾ നന്ദി കരയറ്റുന്നു. യേശു കർത്താവിന്റെ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോട് കേട്ടുത്തരമരുളുമാറാകണമേ സ്വർഗീയ പിതാവേ. ഓക്കെ പാസ്റ്റർ, ദൈവം ധാരാളം. താങ്ക് യു.